Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റർപ്രണറിയൽ കോമ്പീറ്റൻസീസ് ആണ്. ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട കോമ്പീറ്റൻസീസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ്ലി, വാട്ട് ഈസ് കോമ്പീറ്റൻസി? കോമ്പീറ്റൻസി മീൻസ് ദ എബിലിറ്റി ടു ഡു സംതിങ് സക്സസ്ഫുള്ളി ഓർ എഫിഷ്യൻ്റ്ലി, അല്ലേ? വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. ഇൻ ജനറൽ ടേം, ദ കോമ്പീറ്റൻസി ഈസ് ദ capability to apply or use a set of related knowledge, skill and abilities required to successfully perform critical work functions or task in a definite work setting. ഒരു ക്രിട്ടിക്കൽ വർക്ക് ഫങ്ഷൻ പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് വർക്ക് സെറ്റിങ്ങിൽ നിന്നുകൊണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതേപോലെ തന്നെ ആ ഒരു ടാസ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോളേജ്, സ്കിൽ, എബിലിറ്റി അതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റിയാണ് നമ്മൾ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. Entrepreneurial competency can be defined as underlying characteristics such as generic and specific knowledge, motives, traits, self-image, social roles and skills which results in venture birth, survival and or growth of business organization. എന്താണ് entrepreneurial competencies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ജനറിക് അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നോളേജ്, മോട്ടീവ്, ട്രേറ്റ്സ് ഓർ സെൽഫ് ഇമേജ്, അതൊക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം, ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു മോട്ടീവിൻ്റെയും നോളേജിൻ്റെയും ട്രേറ്റിൻ്റെയും ഒക്കെ റിസൾട്ട് എന്താണ്? വെഞ്ചർ ബർത്ത്, ഒരു പുതിയ വെഞ്ചർ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ബിസിനസ് ഓർഗനൈസേഷനെ സർവൈവ് ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ വേണം, അല്ലേ? അതിനേതുള്ള സ്കില്ല് വേണം. അതേപോലെ തന്നെ ആ ഒരു വെഞ്ചറിന് എന്ത് കൊണ്ടുവരുന്നു? ഗ്രോത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള, സർവൈവ് ചെയ്യാനുള്ള, ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ ജനറിക് ഓർ സ്പെസിഫിക് നോളേജ്, മോട്ടീവ്, ട്രേറ്റ്, സെൽഫ് ഇമേജ് ഓർ സ്കില്ലിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? എൻ്റർപ്രണറിയൽ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് എൻ്റർപ്രണറിയൽ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്? എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? എൻ്റർപ്രണറിയൽ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. Any person having certain competencies can shine as a successful entrepreneur. ഒരു വ്യക്തിക്ക് ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവണമെങ്കിൽ certain competencies വേണം. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, decision making competencies. First important competencies required for every entrepreneur is decision making competencies. Decision making is the most important function of an entrepreneur. Usually he has to take decisions in conceiving and identifying a business idea, in establishing an industrial concern to put that idea into practice, in converting that industrial concern into fast growing and a profit making unit, etc. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സമയത്താണ് ഡിസിഷൻ എടുക്കേണ്ടത്? ഒരു ബിസിനസ് ഐഡിയ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ബിസിനസ്സിനെ എന്താക്കി മാറ്റുക? ഒരു ഇൻഡസ്ട്രിയൽ കൺസേൺ ആക്കി മാറ്റുക. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിനെ എന്താക്കി മാറ്റുക? ഒരു ഫാസ്റ്റ് ഗ്രോവിങ് ഓർ പ്രോഫിറ്റ് മേക്കിംഗ് യൂണിറ്റ് ആക്കി മാറ്റുക. അതാണല്ലോ ഒരു എൻ്റർപ്രണറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഹി മസ്റ്റ് ടേക്ക് വൈസ് ഡിസിഷൻ ഇൻ റൈറ്റ് ടൈം, അല്ലേ? കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കോമ്പീറ്റൻസി ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് most important competencies required for an entrepreneur. The second one is problem solving competencies. An entrepreneur may have to face problem of varying magnitude, അല്ലേ? പല മാഗ്നിറ്റ്യൂഡിലുള്ള, കൂടിയതോ കുറഞ്ഞതോ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലം ആർക്ക് ഫേസ് ചെയ്യേണ്ടി വരും? ഒരു ഓൺട്രപ്രണർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഹിസ് കോമ്പീറ്റൻസി ഇൻ ടേക്കിംഗ് ടൈംലി ഡിസിഷൻ
ഷാൾ ഹെൽപ്പ് ഹിം എ ലോട്ട് ഇൻ സോൾവിങ് ദ പ്രോബ്ലം ഫേസിങ് ഹിം. അല്ലേ, സമയത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കോമ്പിറ്റൻസി ഉണ്ടായിരുന്നു, ഡിസിഷൻ മേക്കിംഗ് കോമ്പിറ്റൻസീസ്. കറക്റ്റ് സമയത്ത് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് എന്തിനുള്ള കോമ്പിറ്റൻസി ഉണ്ട്? പ്രോബ്ലം സോൾവിങ്ങിനുള്ള കോമ്പിറ്റൻസി ഉണ്ട്. എന്തൊക്കെ പോയിൻ്റാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു എൻ്റർപ്രണർ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. സർട്ടൻ പോയിന്റ്സ് ആർ ടു ബി ബോൺ ഇൻ മൈൻഡ് വൈൽ ആൻ എൻ്റർപ്രണർ അറ്റംപ്റ്റ് ടു സോൾവ് എ problem. Study the problem carefully. First of all, the entrepreneur study the problem carefully or study the problem in detail. എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം മനസ്സിലാക്കണം. Secondly, for each problem there can be a number of solution. അല്ലേ, ഓരോ പ്രോബ്ലത്തിനും ഒന്നിലധികം എന്തുണ്ടായിരിക്കും? സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സോ ദ എൻ്റർപ്രണർ മസ്റ്റ് സെലക്ട് ദ ബെസ്റ്റ് വൺ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഫോർ ചൂസിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ദ എൻ്റർപ്രണർ മസ്റ്റ് കൺസിഡർ ദ റിസ്ക് ഇൻവോൾവ്ഡ് ആൻഡ് പ്രൊബബിൾ റിട്ടേൺ. ഓരോ സൊല്യൂഷൻ്റെയും റിസ്ക് എന്താണ്, അതിൽ നിന്ന് റിട്ടേൺ എന്താണെന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? സ്റ്റഡി ചെയ്തിരിക്കണം. ദെൻ എൻ്റർപ്രണർ മസ്റ്റ് നോട്ട് ലൂസ് ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ് ഓർ പേഷ്യൻസ് ഇൻ ഹിസ് എൻഡിവർ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് ആ ഒരു ഓൺട്രപ്രണർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് കൈവിടാം, അല്ല ക്ഷമയോടുകൂടി വേണം ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ? സോൾവ് ചെയ്യാൻ. ദെൻ ദ എൻ്റർപ്രണർ ഷുഡ് നോട്ട് ഡിലേ ഇൻ ഫൈൻഡിങ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരിക്കലും എന്ത് വരുത്താൻ പാടില്ല? ഡിലേ വരുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ദ തേർഡ് കോമ്പിറ്റൻസി ഈസ് റിസ്ക് ബിയറിംഗ് കോമ്പിറ്റൻസീസ്. Risk are inherent in all business activities. അല്ലേ, ആസ് വി നോ റിസ്ക് ആർ ഇൻഹെറൻറ്റ് ഇൻ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ്സിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇതെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നോ റിസ്ക് നോ റിട്ടേൺ. അല്ലേ, റിസ്ക് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? റിട്ടേണും ഉണ്ടാവില്ല. സോ ദ എൻ്റർപ്രണർ ഹാസ് ടു ഫേസ് എ നമ്പർ ഓഫ് റിസ്ക്. അല്ലേ, ഒരുപാട് റിസ്ക് ആര് ഫേസ് ചെയ്യേണ്ടി വരും? എൻ്റർപ്രണർ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ റിസ്ക് ഒക്കെ ഫേസ് ചെയ്യാനുള്ള, ബിയർ ചെയ്യാനുള്ള കോമ്പിറ്റൻസി കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ദ എൻ്റർപ്രണർ മസ്റ്റ് ബി റെഡി ടു ഫേസ് ദി റിസ്ക്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫേസ്ഡ് ബൈ എൻ്റർപ്രണർ എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പേഴ്സണൽ റിസ്ക്. എന്താണ് പേഴ്സണൽ റിസ്ക് എന്ന് പറഞ്ഞാൽ? ദ ഇൻഡിവിജ്വൽ ഹു ഹാസ് ഡിസൈഡഡ് ടു ബിക്കം ആൻ ഓൺട്രപ്രണർ ഹാസ് ടു ബി പ്രിപ്പയർഡ് ടു സിങ് ഓർ സിം ഇൻ ലൈൻ ഹി ഹാസ് ചൂസൺ. അല്ലേ, ആ ഒരു വ്യക്തി തിരഞ്ഞെടുത്ത ആ ഫീൽഡിൽ ഒന്നില്ലെങ്കിൽ മുങ്ങുക, അല്ലെങ്കിൽ അതിൽ എതിരെ നീന്താനുള്ള, മീൻസ് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതൊരു റിസ്ക് ആണ്. അല്ലേ, ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്ത വെഞ്ചർ സക്സസ് ആവാം, അല്ലെങ്കിൽ ഫെയിലിയർ ആവാം. എന്താണെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ റിസ്ക്. ദ എൻ്റർപ്രണർ ഈസ് ബ്ലോക്കിംഗ് ഹിസ് ഫണ്ട് in a business, either owned fund or borrowed fund. ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ബിസിനസ്സിൽ സ്വന്തം ഇൻഡിവിജ്വൽ ഫണ്ടായിരിക്കാം, ഓൺഡ് ഫണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടായിരിക്കാം. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഹീ ഈസ് ബോറോവിങ് ഹീ ഈസ് ബൗണ്ട് ടു ഗീവ് ടൈംലി ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ടേം. ദ റിസ്ക് അറ്റാച്ച്ഡ് ടു ദിസ് ബോറോവിങ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ റിസ്ക്. അല്ലേ, സമയത്ത് ആ ഒരു ബോറോ ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോ ഹൗ റിസ്ക്. ദ എൻ്റർപ്രണർ മസ്റ്റ് നോ ഹിസ് ബിസിനസ് വെൽ. അല്ലേ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്ന് അദ്ദേഹം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇഫ് ഹീ ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദ നോ ഹൗ റിക്വയർഡ് ഫോർ ദ ബിസിനസ് ഹീ ഈസ് ഡെഫിനറ്റ്ലി ഹെഡിങ് ഫോർ എ പ്രോബ്ലം. അല്ലേ, നോഹോ മീൻസ് ടെക്നിക്കൽ നോളജിനാണ് നമ്മൾ നോഹോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള നോഹോ ആർക്കുണ്ടായിരിക്കണം? ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. അതർവൈസ് ഹീ ഹെഡിങ് ഫോർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ഫേസ് ചെയ്യേണ്ടി വരും? ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ പ്രൊഡക്ഷൻ റിസ്ക് ആണ്. പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഉണ്ടാവാനുള്ള സാധ്യത പല കാരണങ്ങൾ കൊണ്ട്. അല്ലേ, നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലേബർ, മെഷീനറി ബ്രേക്ക് ഡൗൺ, അങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് വരാനുള്ള റിസ്കിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് റിസ്ക്. സംടൈംസ് സെയിൽസ് മേ നോട്ട് ബി ആസ് മച്ച് ആസ് എക്സ്പെക്റ്റഡ്.
അല്ലേ? ഒരു ബിസിനസ്സിലെ സെയിൽസ് പ്രതീക്ഷിക്കുന്ന അത്രയും ആയിക്കൊള്ളണമെന്നില്ല. പല കാരണം കൊണ്ടായിരിക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഓർ ചേഞ്ചസ് ദി നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദി കസ്റ്റമർ എക്സെട്ര. അങ്ങനെ പല റീസൺ കൊണ്ട് നമ്മുടെ ആ ഒരു ഡിമാൻഡ് നമ്മൾ വിചാരിച്ച അത്രയും സെയിൽസ് ഉണ്ടാവണമെന്നില്ല. ആ റിസ്കിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ അതിൽ ലാസ്റ്റ് പോയിന്റ് മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് ആണ്. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു നോ റിസ്ക് മീൻസ് നോ റിട്ടേൺ, നോ ഗെയിൻ. റിസ്ക് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഗെയിൻ ഉണ്ടാവില്ല. സോ ആൻ എൻ്റർപ്രണർ മസ്റ്റ് ബി റെഡി ടു ഫേസ് റിസ്ക്. ദർ ഈസ് നോൺ പനേഷ്യ ടു എലിമിനേറ്റ് റിസ്ക് ഫ്രം ബിസിനസ്, അല്ലേ? ഒരു ബിസിനസ്സിൽ നിന്നും റിസ്ക് ഒഴിവാക്കാൻ ഒരു ഒറ്റമൂലിയൊന്നും ഇല്ല. ഇൻസ്റ്റെഡ് ദ എൻ്റർപ്രണർ ക്യാൻ ഡിവൈഡ് ദ ടോട്ടൽ റിസ്ക് ഇൻ ടു ഇൻഷുറബിൾ ആൻഡ് നോൺ ഇൻഷുറബിൾ, അല്ലേ? ഇൻഷുറബിൾ റിസ്ക് എന്നും നോൺ ഇൻഷുറബിൾ റിസ്ക് എന്നൊക്കെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? അതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഫോർ ഇൻഷുറബിൾ റിസ്ക് ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി ടേക്കൺ. ഇൻ ദ കേസ് ഓഫ് നോൺ ഇൻഷുറബിൾ റിസ്ക് എ സക്സസ്ഫുൾ എൻ്റർപ്രണർ ക്യാൻ ട്രൈ ടു മിനിമൈസ് ഓർ reduce the evil effect by taking timely and wise decisions. So this is the risk bearing competencies. Then the next one, leadership competencies. Leadership is the process of influencing the behavior or work of others in a group effort towards the realization of goals of the organization. അല്ലേ? ലീഡർഷിപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ആൻഡ് വർക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ എസ്പെഷ്യലി സബോർഡിനേറ്റ്സിൻ്റെ ബിഹേവിയറിനെയും വർക്കിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റർപ്രണർ മസ്റ്റ് ബി എ ഗുഡ് ലീഡർ. ഒരു എൻ്റർപ്രണർ എപ്പോഴും എന്തായിരിക്കണം? ഒരു നല്ല ലീഡർ ആയിരിക്കണം. ഇനി ആരെയാണ് ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്? എ ഗുഡ് ലീഡർ ഹെൽപ്സ് ഇൻ ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിങ് എംപ്ലോയീസ്, അല്ലേ? എംപ്ലോയീസിനെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സെക്യൂർ കോപ്പറേഷൻ ഓഫ് മെമ്പർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ കോപ്പറേഷൻ എപ്പോഴും സീക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ദെൻ അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്കുണ്ടായിരിക്കണം? ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം പലതരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ട്, അല്ലേ? ഡെമോക്രാറ്റിക് ലീഡേഴ്സ്. എന്താണ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ? എ ഡെമോക്രാറ്റിക് ലീഡർ ഓൾവേസ് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആരെ കൺസൾട്ട് ചെയ്യുന്നു? സബോർഡിനേറ്റിനെ കൺസൾട്ട് ചെയ്യും. സെക്കൻഡ് വൺ, ഓട്ടോക്രാറ്റിക് ലീഡർ. ആൻഡ് ഓട്ടോക്രാറ്റിക് ലീഡർ ഇഷ്യൂസ് ഓർഡർ ആൻഡ് ഇൻസിസ്റ്റ് ഓൺ ഗെറ്റിംഗ് ദം ഡൺ. ഓട്ടോക്രാറ്റിക് ലീഡർ എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഓർഡറുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും, അത് നടപ്പാക്കുകയും വേണം. അല്ലാതെ സബോർഡിനേറ്റ്സിനെ ഏതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല? ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. ദെൻ ഇൻ്റലക്ച്വൽ ലീഡർ. Intellectual leader use their wisdom and knowledge to establish their domain and to win the respect and confidence of the subordinates. Intellectual leader എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിസ്ഡവും നോളജ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സിൻ്റെ റെസ്പെക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. Then laissez-faire leader. This leader do not make any person responsibility in framing the policy. ഇല്ലേ? ഫുൾ ഫ്രീഡം ഈസ് ഗിവൺ ടു ദി സബോർഡിനേറ്റ്. സബോർഡിനേറ്റിന് ഫുൾ ഫ്രീഡം കൊടുത്തുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലേസസ്-ഫെയർ എന്ന് പറയുന്നത്. ദെൻ ക്രിയേറ്റീവ് ലീഡർ. This leader encourage their subordinate to innovate new ideas and encourage them to do the work in a better and meaningful way. Always subordinate-നോട് സംതിങ് പുതിയതായിട്ട് കൊണ്ടുവരാൻ പറയുകയും അവരെ ബെറ്ററായിട്ട് അല്ലെങ്കിൽ മീനിങ് വേയിൽ ജോലി ചെയ്യാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ക്രിയേറ്റീവ് ലീഡർ. ദെൻ പെർസ്വാസീവ് ലീഡർ. These leaders possess magnetic and inspiring personality that enable them to get maximum effort done by the subordinate for the benefit of the organization. അല്ലേ? വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി. ആ ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൽ നിന്നും മാക്സിമം ബെനിഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുന്ന ലീഡറാണ് പെർസ്വാസീവ് ലീഡർ എന്ന് പറയുന്നത്. ഇതെല്ലാം ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ലീഡർ ആവാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ കോമ്പീറ്റൻസീസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻ, ഇൻഫർമേഷൻ, എക്സെട്ര എക്സെട്ര. Communication is a process which involves
participation of a sender with a message and a receiver who must understand the message and respond to it. അല്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സെൻഡർ ഉണ്ടായിരിക്കണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്, അത് റിസീവ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം, അത് റിസീവ് ചെയ്ത് അത് മനസ്സിലാക്കി അത് റെസ്പോണ്ട് ചെയ്യുകയും വേണം. അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എ സക്സസ്ഫുൾ എൻ്റർപ്രണർ മസ്റ്റ് ഹാവ് ദ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസീസ് ടു കമ്മ്യൂണിക്കേറ്റ് ദി എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ്. അല്ലേ, സബോർഡിനേറ്റിനോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. പ്രധാനമായും 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണുള്ളത്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം ദി സബോർഡിനേറ്റ് ടു ഹിസ് എംപ്ലോയർ ഓർ എൻ്റർപ്രണർ. അതായത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും സബോർഡിനേറ്റിൽ നിന്നും എവിടേക്കായിരിക്കും? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആ സബോർഡിനേറ്റിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് സബോർഡിനേറ്റ് എല്ലാ ഇൻഫോർമേഷനും ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും ആരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു? ഹയർ അതോറിറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ദെൻ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് റെഫേഴ്സ് ടു ദി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ദി ടോപ്പ് അതോറിറ്റി ടു ദി ഓപ്പറേറ്റിംഗ് ലെവൽ. ടോപ്പ് അതോറിറ്റിയിൽ നിന്നും താഴേക്ക് വരുന്നതിനാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹോൾഡിംഗ് സെയിം പൊസിഷൻ. ഒരേ പൊസിഷനിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആർക്കുണ്ടായിരിക്കണം? എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ്, കോമ്പിറ്റൻസി ഓഫ് ദി എൻ്റർപ്രണർ ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമർ. ആസ് ഫാർ ആസ് എൻ്റർപ്രണർ ഈസ് കൺസേൺ ദ കസ്റ്റമർ ഈസ് ദ കിങ്. അല്ലേ, ആരാണ് കിങ് എന്ന് പറയുന്നത്? എപ്പോഴും ആരാണ്? കസ്റ്റമറാണ്. ഹിസ് ആക്ടിവിറ്റീസ് ആർ എസെൻഷ്യലി കസ്റ്റമർ ഓറിയൻറ്റഡ്. ഒരു എൻ്റർപ്രണറുടെ ആക്ടിവിറ്റി എപ്പോഴും എന്തായിരിക്കണം? ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ എൻ്റർപ്രണർ മസ്റ്റ് ട്രീറ്റ് ദ കസ്റ്റമർ ഇൻ എ ഫ്രണ്ട്ലി മാനർ. കസ്റ്റമറെ എപ്പോഴും ഒരു ഫ്രണ്ട്ലി മാനറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡീല് ചെയ്യേണ്ടത്. ദെൻ ദ എൻ്റർപ്രണർ മസ്റ്റ് ആക്ട് ആസ് എ ഗൈഡ് ഇൻ സെലക്ടിങ് ആർട്ടിക്കിൾസ് ടു സ്യൂട്ട് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. എപ്പോഴും കസ്റ്റമറിൻ്റെ നീഡിന് സ്യൂട്ടാവുന്ന രീതിയിലായിരിക്കണം പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യേണ്ടത്? സജസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ദ എൻ്റർപ്രണർ ഷുഡ് നോട്ട് ലൂസ് ഹിസ് ടെമ്പർ ബട്ട് ഗീവ് എ പേഷ്യൻറ്റ് ഹിയറിംഗ് ടു ദി കംപ്ലയിൻറ്റ്സ് ഓഫ് ദി കസ്റ്റമർ. എപ്പോഴും ഒരു പേഷ്യൻസ് ഉള്ള ആളായിരിക്കണം ആരെന്ന് പറയുന്നത് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഒരു കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കേട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്ന ആളായിരിക്കണം എൻ്റർപ്രണർ. Then try to win public support. Entrepreneur must try to have good relation with the public. എപ്പോഴും പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമറായിട്ടൊരു ഗുഡ് റിലേഷൻ ഉള്ള ആളായിരിക്കണം എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമറായിട്ടൊരു ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കോമ്പിറ്റൻസി ആർക്കുണ്ടായിരിക്കണം? എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, കോമ്പിറ്റൻസി ഓഫ് ദി എൻ്റർപ്രണർ ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഫോം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എ സൊസൈറ്റി. അല്ലേ, സൊസൈറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നോ ബിസിനസ് ആക്ടിവിറ്റി ഓർ എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ ഇൻ ഐസൊലേഷൻ. The entrepreneur must therefore fulfill the expectation of the society. ഒരു എൻ്റർപ്രണർക്ക് ഒരിക്കലും സൊസൈറ്റിയിൽ തനിയെ നിൽക്കാൻ സാധിക്കില്ല. അവിടെ എപ്പോഴും ആരുടെ സപ്പോർട്ട് വേണം? സൊസൈറ്റിയുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എൻ്റർപ്രണറുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ആ സോഷ്യൽ ഒബ്ലിഗേഷൻ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള കോമ്പിറ്റൻസി ആർക്കുണ്ടായിരിക്കണം? എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് ഡിസയേർഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് ചീപ്പ് റേറ്റിൽ എന്താവണം? അവൈലബിൾ ആവണം. ദെൻ അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഓവർ ചാർജിങ് ദ ബയേഴ്സ്, അങ്ങനെയുള്ള അൺഫെയർ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ദെൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഫൈനലി വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ്. ദാറ്റ് മീൻസ് പ്രൊവൈഡ് മെഡിക്കൽ ആൻഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, എക്സെട്ര എക്സെട്ര. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള കോമ്പിറ്റൻസിയും ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പിറ്റൻസീസ് റിക്വയർഡ് ഫോർ ആൻ
entrepreneur. They are decision making competency, problem solving competency, risk bearing competency, then leadership competency, then communication competency, then competency of the entrepreneur in dealing with the customer, and finally the competency of the entrepreneur in discharging social responsibility. Okay, thank you.